പൗർണമി പൂജയുടെ ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അവിടെ ഓരോരോ കളികളൊക്കെ പരിപാടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അമ്പെയ്യുന്ന പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതിൽ അനാമിക ചെയ്ത് വളരെയധികം ബോറായി പോയിട്ടുണ്ട്. സ്റ്റേജിലേക്ക് നന്ദു അനിയങ്ങൾ കയറുമ്പോഴേക്കും അതെന്ത് പരിപാടിയാണ്, ഞാനല്ലേ കയറേണ്ടതെന്ന് ചോദിച്ചിട്ട് അവൾ ദേഷ്യപ്പെട്ട് കയറി വന്നിട്ട് അമ്പെയ്യുന്നത് നന്ദുവിനെ മാറ്റിയിട്ട് ഇവള് തന്നെ അമ്പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഗെയിമുകൾ അവിടെ വരുന്നുണ്ട്. ലാസ്റ്റ് കപ്പിൾ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോഴും നന്ദുവിനെ മാറ്റി നിർത്തിയിട്ട് അനാമികയാണ് കയറുന്നത്. അവനാണെങ്കിൽ തീരെ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും മറ്റൊന്നും പ്രതികരിക്കാൻ വയ്യാതെ അതെല്ലാം ഇങ്ങനെ സഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെയാണെങ്കിൽ നയനയോട് അനി പറയാൻ ശ്രമിക്കുന്നുണ്ട് തനിക്ക് ഇഷ്ടം നന്ദുവിനെയാണെന്ന്. പക്ഷെങ്കിൽ ഇത് നന്ദുവിന് തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആണെന്നും പേടിച്ചിട്ട് അവനിത് ആരോടും ഒന്നും പറയാതെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ നയനയാണെങ്കിലോ ആ ചീട്ട് ആരും കാണാതെ എടുത്ത് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അകത്തേക്ക് പോയി പൂജാമുറിയിലേക്ക് കയറിയിട്ട് ആ ചീട്ടെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട്. ജാനകി ചോദിക്കുകയാണ്, എന്താ മോളെ ഇവിടെ കിടന്ന് വട്ടം തിരിഞ്ഞ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചെറിയ പിന്നെ പറയുമ്പോൾ നീ ഈ ചീട്ട് ആദർശ് ഇട്ടപ്പോൾ തൊട്ട് ഇതിൻ്റെ പിന്നാലെ വട്ടം ചുറ്റുകയാണല്ലോ. നയന മോളെ ഇതെടുക്കരുത്, അത് വലിയ പാപമാണെന്ന് പറയുന്നുണ്ട്. ശരി ചെറിയമ്മ ഞാൻ നോക്കിക്കോളാം, ഞാൻ അതിനുവേണ്ടി വന്നതല്ലെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നയനയും ആദർശും കൂടിയിട്ട് നേരെ വന്നിട്ട് നയനയുടെ അച്ഛനും അമ്മയും വിളിച്ചിട്ട് അവരുടെ ആ ഒരു പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്കും അത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വീടിൻ്റെ പത്രം തിരിച്ചെടുത്തിട്ട് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പറയാണ്, ഞങ്ങൾക്ക് പിറക്കാതെ പോയി ഞങ്ങളുടെ മകൻ തന്നെയാണ് ആദർശ് മോൻ, അതിലൊരു മാറ്റവും ഇല്ല, എൻ്റെ മോക്ക് കിട്ടിയ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എന്താണ് ഇതിനുള്ളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് നയനയ്ക്കാണെങ്കിൽ ആകെപ്പാടെ ആകാംക്ഷയായിട്ട് വയ്യ. അങ്ങനെ നയന ആരും കാണാതെ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. ചെന്നതിന് ശേഷം ആ ഒരു ചീട്ട് അവൾ കൈക്കലാക്കാൻ കേട്ടോ. ആരും കാണാതെ അവളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇതേ സമയത്തിന് നന്ദുവും ഗോവിന്ദനും കനവും കൂടി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി അവർ പോകാൻ തുടങ്ങുമ്പോൾ ഇവളെ വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ആദർശോട്ടം അവരെ വഴി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നയനയാണെങ്കിൽ ആദർശിനെയും കൂട്ടിക്കൊണ്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ആദർശിനെ കൊണ്ടുവരുമ്പോൾ ആദർശം അവരുടെ യാത്രയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരി ആദർശിട്ടാന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. ഇവർ പുറത്തേക്കും പോവാണ്. ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് നയനെ അവൻ്റെ ചീട്ട് വായിച്ച് നോക്കുകയാണ് കേട്ടോ. ആ ഒരു കാഴ്ച നയനെ അങ്ങ് ഷോക്കായി പോവാണ്. കാരണം ആദർശ് അതിൽ എഴുതിയിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ നയനോട് കാണിക്കുന്നത് മൊത്തം വലിയൊരു ചതിയാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് വേറൊരു നിവൃത്തിയില്ല. മുത്തശ്ശിന് സുഖമില്ലാത്തത് കൊണ്ട് മുത്തശ്ശിന് ഞാൻ വാക്ക് കൊടുത്ത നയനെ ഞാൻ സ്നേഹിക്കാമെന്ന്. പക്ഷെ എനിക്കതിന് സാധിക്കില്ല. എനിക്ക് ഒരിക്കലും നയനെ സ്നേഹിക്കാൻ സാധിക്കില്ല. അത് നയനെ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹവും കരുതലും എല്ലാം കളവാണ്. എനിക്ക് അവളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഭാര്യയായിട്ട്. എൻ്റെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തുമില്ല. ഇപ്പം ഞാൻ കാണിക്കുന്ന സ്നേഹമൊക്കെ അവൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം മുത്തശ്ശന് വേണ്ടിയാണെന്ന് അവൾ തിരിച്ചറിയുമ്പം അവൾ തകർന്നു പോകുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ആദർശിങ്ങനെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കത്ത് കാണുന്ന നയനയാണെങ്കിൽ ആകെപ്പാടെ അങ്ങ് ഷോക്കായി പോവാണ്. അങ്ങനെ നയന ആ ഒരു കത്ത് ഇങ്ങനെ അവളുടെ കയ്യിൽ തന്നെ പിടിച്ചിട്ട് എങ്ങോട്ടൊന്നുമില്ലാതെ നയന ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ആ ഗേറ്റിങ്ങിൽ അപ്പോൾ വാച്ച്മാൻ ഉണ്ടായിരുന്നില്ല. നയന ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞിട്ട് എല്ലാവരും നയനെ ഇങ്ങനെ തപ്പുന്നുണ്ട് കേട്ടോ. നയന എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നയനെ അന്വേഷിക്കുകയാണ്. അപ്പോഴെങ്കിലും നയന അവിടെ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് നയന എവിടെ പോയി എന്നൊക്കെ ഉള്ളതിൻ്റെ അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.